പുറപ്പെടാൻ ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? ഒരുങ്ങാൻ എന്താ ഉള്ളത്? പ്രസാദം. ശത്രുസംഹാര പൂജ കഴിച്ചു. മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ തൊട്ടു തരട്ടെ? ദീപാരാധന കഴിഞ്ഞപ്പോ ഞാൻ ഒളിച്ചിങ്ങോട്ട് പോന്നു. ഈയിടെയായി അച്ഛനോടും ഏടത്തിയോടും എന്തെല്ലാം നുണകളാണ് പറയണത്. ഇനി നമ്മൾ കാണുമോ എന്നെങ്കിലും? ഒരാഴ്ചയായിട്ട് സമാധാനായിരുന്നു. ഒരു ഉറപ്പ്, എന്തുണ്ടായാലും രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ. ആരും ചെയ്യാത്ത സഹായമാണ് തങ്കം എനിക്ക് ചെയ്തത്. നന്ദി. നന്ദി എനിക്കിഷ്ടല്ല വാക്ക് തന്നെ. കള്ളത്തരാ അത്. വലിയ പണക്കാരനൊക്കെ ആവുമ്പോ എവിടെയെങ്കിലും വെച്ച് കണ്ട തിരിച്ചറിഞ്ഞാ മതി. ഒന്ന് ചിരിക്കും കൂടി ചെയ്ത സന്തോഷായി. തങ്കത്തിനെ ഞാൻ വന്ന് കാണും, സത്യം. ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ തിടപ്പള്ളിയുടെ തിണ്ണേമേ മാലയും കെട്ടിയിരിക്കണുണ്ടാവും ഞാൻ. ചിലപ്പോ ഏടത്തിയെ പോലെ ആസത്തിന്റെ ഭാര്യമാരിൽ ഒരാളെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, അതുണ്ടാവില്ല. പഴകി ദ്രവിച്ചെങ്കിലും ഒരാളുടെ ഭാരം താങ്ങാനുള്ള ഉറപ്പൊക്കെ ഉണ്ട് ഈ വീടിന്റെ കഴുക്കോലന്. പോകുമ്പോ കഴിക്കാൻ എന്താ തന്നുവിടേണ്ടത്? ഒന്നും വേണ്ട. പെട്ടി നിറയെ പണമുള്ളപ്പോ എന്തിനാ ഇനി നെയ്തിച്ചോറ് അല്ലേ? ഞാൻ ഇറങ്ങുന്നത് മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നെനിക്കറിയില്ല. അല്ലെങ്കിൽ തങ്ക ഇത് കണ്ടോ? എടുത്തോളൂ, ഇഷ്ടമുള്ളത് എടുത്തോളൂ. എത്ര ലക്ഷം വേണമെങ്കിലും. അല്ലെങ്കിൽ വേണ്ട, ഇത് മുഴുവൻ എടുത്തോളൂ. വേണ്ട, അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവണം. ഇതല്ലാതെ നിനക്ക് വേണ്ടി വേറെ ഞാൻ എന്താ ചെയ്യുക? എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാമോ? ഈശ്വര, അച്ഛൻ. അമ്പലത്തിൽ പോയില്ലേ? പോയി വന്നു. നിന്റെ ചേച്ചി നന്ദയൊക്കെ എവിടെ? ഇപ്പൊ വരും. നിക്ക്, ചോദിക്കട്ടെ. കവള തടി കൊണ്ട് പാടൊക്കെ പോയോ? നോക്കട്ടെ. ചേട്ടൻ എന്നോട് സ്നേഹമായിട്ടല്ലേ? കണ്ണി കണ്ടാ കൂടെ നിനക്ക് പോവാം. എനിക്കെന്താ? ആരാണ് നീ? മാറാൻ, ഇങ്ങോട്ട് മാറാൻ. കുടുംബത്തിൽ വന്ന് ആക്രമിക്കേ. ആരാണ് നീ? ആരാന്നോ? എവളോട് ചോദിക്കേ. മോളുടെ രഹസ്യക്കാരനാ തങ്കം. സത്യാടി കേക്കണത്? അവളെ ഒന്നും ചെയ്യരുത്. നീ ആരാണ് പറയാൻ? ഇറങ്ങിപ്പോടാ. ഞാൻ പോകാം.
പക്ഷെ അതിനു മുമ്പ് ആദ്യം അടിച്ചിറക്കേണ്ടത് ഇവനെയാണ്. ഞാനില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ മകളെ ഇവൻ നാളെ ഇവളെ ഇവന് ഭാര്യയാക്കി കൊടുക്കേണ്ടി വന്നെ. കള്ളതാ ഇവൻ പറയുന്നേ. എനിക്കറിയാം ഇവനെ. ഇറങ്ങടാ പുറത്ത്. ലക്ഷ്മി ഇറങ്ങാൻ നായേ. അച്ഛാ, ഇതുകൂടി തിരിച്ചേൽപ്പിച്ചേക്കൂ. കാണിച്ചു തരാം ഞാൻ. രായപ്പൻ്റെ അടുത്ത് കളിക്കരുത്. അകത്താക്കും ഞാൻ എല്ലാത്തിനും. അകത്താക്കും. അറിഞ്ഞൂടാ. ക്ഷമിക്കണം. ഞാൻ ആരാണെന്നും എന്താണെന്നും തങ്കം പറയും. കഴിയുമെങ്കിൽ ഒരിക്കൽ ഞാൻ വരും. പുറം വാതിലൂടെയല്ല, മുൻവാതിലൂടെ അങ്ങേ കാണാൻ. വരുമെന്ന് പറഞ്ഞത് മനസ്സിലായോ? പോകുന്നത് ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നു. തങ്കമുണ്ട് കൂടെ മനസ്സിൽ. അബുവിനെ കാത്ത് ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. വന്നാ പറയൂ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാണുമെന്ന്.